നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സമാന പേരുകൾ കാരണം ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഇതുമൂലം ചിലരുടെ തെറ്റുകൾക്കുള്ള പഴി മറ്റുള്ളവരും കേൾക്കേണ്ടി വരാറുണ്ട്. രാജ്യങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം മൗറീഷ്യസിലും സമാനമായ ചിലത് സംഭവിച്ചു. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായത് അടുത്തിടെയാണ്. മാലിദ്വീപിലെ ടൂറിസത്തെയും ഇത് സാരമായി ബാധിച്ചു. എന്നാൽ മാലിദ്വീപ് മാത്രമല്ല ഇതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു ദ്വീപായ മൗറീഷ്യസ് ആണ് ഇപ്പോൾ മാലിദ്വീപുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വഷളായതിന്റെ ആഘാതം നേരിടുന്നത്. അതും പേരിലെ സാമ്യ കാരണം. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ താങ്കളുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി മൗറീഷ്യസ് ടൂറിസം സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ പോസ്റ്റ് ഇട്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. മൗറീഷ്യസ് ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് മൗറീഷ്യസ് ടൂറിസം സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ എഴുതിയത്. 2024 നമ്മുടെ ദ്വീപിന്റെ ഊർജം അനുഭവിക്കുമെന്നും നിങ്ങൾക്ക് ഇവിടെ ആയിരക്കണക്കിന് സാഹസികതകൾ ചെയ്യാനുണ്ടെന്നും അതിനാൽ ഇന്ന് നിങ്ങളുടെ അവധിക്കാലം ആസൂത്രണം ചെയ്യുക എന്നുമായിരുന്നു മൗറീഷ്യസ് ടൂറിസം ഇന്ത്യ വിഭാഗത്തിന്റെ പോസ്റ്റ്. എന്നാൽ ഇതിന് മറുപടിയായി വന്ന തരത്തിലുള്ള കമന്റുകൾ ഒരുപക്ഷെ മൗറീഷ്യസ് പോലും പ്രതീക്ഷിച്ചിരിക്കില്ല. മൗറീഷ്യസ് മാലിദ്വീപാണെന്ന് കരുതി അടുത്തിടെ മാലിദ്വീപിനെ സോഷ്യൽ മീഡിയയിൽ പന്നിക്കിട്ട് പാഠം പഠിപ്പിച്ച ഇന്ത്യക്കാർ മൗറീഷ്യസിനെതിരെയും ആഞ്ഞടിച്ചു. നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയെയും ബഹുമാനിക്കുന്നില്ലെന്നും അതിനാൽ നിങ്ങളുടെ രാജ്യത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും ആരോ എഴുതി. അതേസമയം മറ്റൊരു കമന്റ്, നമ്മുടെ സ്വന്തം നാട്ടിൽ മികച്ച ഓപ്ഷൻ കണ്ടെത്തിയെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ ഒരുപാട് റീട്വീറ്റുകളും ചെയ്തു. ഞങ്ങളിപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ലക്ഷദ്വീപിലും ഒരു മികച്ച ഓപ്ഷൻ കണ്ടെത്തിയെന്നും മറ്റുമായിരുന്നു കമന്റുകൾ. ഞങ്ങൾക്ക് താല്പര്യമില്ല, ദയവായി പോയി ചൈനയെ ക്ഷണിക്കുമെന്നും മാലിദ്വീപിനെ ബഹിഷ്കരിക്കുന്നുവെന്നൊക്കെ ആളുകൾ എഴുതിവിട്ടു. ഒടുവിൽ മൗറീഷ്യൻ ടൂറിസം കമന്റ് സെക്ഷനിൽ ഞങ്ങൾ മൗറീഷ്യസ് ആണ്, മാലിദ്വീപല്ലെന്ന് വ്യക്തമാക്കി എഴുതിയതോടെയാണ് ഈ പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. അടുത്തിടെ മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ വൻ തർക്കം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെ മാലിദ്വീപ് ബഹിഷ്കരണവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി. 2024 ജനുവരി 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായത്. 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കുള്ള പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം ദ്വീപിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കമായിരുന്നു. ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് മാലിദ്വീപ് മന്ത്രി അബ്ദുള്ള മഹ്സ് മജീദ് പറഞ്ഞതോടെയാണ് ഇന്ത്യയിൽ ബോയ്ക്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിൻ അടക്കം തുടങ്ങിയത്.